മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇംഗ്ലീഷിൽ ഒരാൾക്ക് വായിക്കാം. I will give you the keys of the kingdom of heaven. Whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven. പിതാവിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the Lord's word. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന പകലാകട്ടെ. Let this morning be a morning where the Holy Spirit clearly speaks to us. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let's be in the presence of the Lord with great prayer. കർത്താവേ, എന്നോട് നീ ഒന്ന് സംസാരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. Let's be in the presence of the Lord, taking, Lord, speak to me. മനുഷ്യന്റെ വാക്കല്ല, സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് പകലിൽ നമുക്ക് കേൾക്കണം. I don't need a human voice, but we should listen the message from the Lord. Amen. ഹല്ലേലൂയ. ആ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചത്. This verse is very much known to everybody. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പത്രോസിനോട് പറഞ്ഞ ഒരു പദമാണ് നമ്മൾ വായിച്ചത്. And the verses are the Lord's word towards the Peter. ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. I will give you the keys of the kingdom of heaven. Whatever you bind on earth will bound in heaven, and whatever you loose on earth will be loosed in heaven. ഇതൊരു വലിയ കാര്യമാണ്. This is a great thing. എപ്പോഴാണ് കർത്താവ് ഇത് പത്രോസിനോട് പറഞ്ഞത്? When did the Lord say to the Peter? അതിനെ മുൻപിലോട്ട് കയറി നമ്മൾ വായിക്കുമ്പോൾ When we read on the top portion, അതിന്റെ സാഹചര്യം നമുക്ക് മനസ്സിലാകും. this is what we read, the circumstances about. എപ്പോഴാണ് ദൈവ തമ്പുരാൻ പത്രോസിനോട് ഇത് പറയുന്നത്? When did the Lord say this one to them, നമുക്കറിയാം, to the Peter? ഫിലിപ്പിന്റെ കൈസരിയിലേക്ക് അവർ അടുത്തപ്പോൾ, When they reached to the Caesarea to Philippi, ആ പ്രദേശത്തെത്തിയ ശേഷം when he went to that particular town, യേശു ശിഷ്യന്മാരോട് നേരെ തിരിഞ്ഞിട്ട് and the Lord turned to the disciples, അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. this is what he asked them. ജനങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു? And what does the people tell about me? അതിന് ശിഷ്യന്മാർ കൊടുത്ത ഉത്തരങ്ങളുണ്ട്. And there are many reasons and answers that the disciples gave. അവർ പറയുന്നു, തമ്പുരാനെ, And said, "Oh Lord, നിന്നെ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, some people call you John the Baptist, മറ്റു ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, some people call Elijah, വേറെ ചിലർ നീ ഇരമ്യാവ് പ്രവാചകനാണെന്ന് പറയുന്നു, and some people say you are Jeremiah the prophet, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് പറയുന്നു. and some people have said that you are one among the prophets." അപ്പം ജനങ്ങളുടെ ഒരു വികാരം, അവരുടെ ഒരു കോൺവെർസേഷൻ അവർ കർത്താവിനോട് പറയുകയാണ്. And this conversation has been told to our Jesus. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, നിങ്ങൾ ഞാൻ ആരെന്ന് പറയുന്നു? And then he turned to the disciples and asked, "You tell me who I am." പത്രോസിനോട് മാത്രമല്ല ചോദിച്ചത്, And Jesus didn't ask to Peter തന്റെ only. കൂടെ നിന്ന 12 ശിഷ്യന്മാരോടും ഒരു ചോദ്യം ചോദിക്കുക. And he asked this question to all 12 of them. നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? What do you tell about me? ഒരു സന്ദേഹവും കൂടാതെ, Without any confusion, ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ, without even paying any doubt, പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയുന്നു, when Peter got up and he's saying, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുകയാണ്. "You are the Christ, the Son of living God." ഹല്ലേലൂയ. Hallelujah. മറ്റുള്ള ശിഷ്യന്മാർക്കൊന്നും ലഭിക്കാത്ത വെളിപ്പാട്, And this is the mystery that no other disciples മറ്റുള്ള got. ശിഷ്യന്മാർക്ക് ആർക്കും ലഭിക്കാത്ത ഈ നിയോഗം, ഈ കാഴ്ചപ്പാട്, This particular mystery that no other disciple got. നോക്കുക, പത്രോസ് വിളിച്ചു പറയുകയാണ്, And this is what the Peter is shouting up and telling. യേശുവേ, നീ ഒരു പ്രവാചകനല്ല, "Oh, you are not a prophet, നീ Jesus. ഏലിയാവല്ല, You are not Elijah. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്." You are the Son of living God." അതിന് യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്. And this is what Jesus told. പറയോന ശിമോനെ, As I go, Simon the son of Jonah, നീ ഭാഗ്യവാൻ, you are a blessed one. ജഡരക്തങ്ങളല്ല നിനക്കിത് This വെളിപ്പെടുത്തിയത്, is not
not the human being that has revealed you, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. but my Father in heaven. എന്നിട്ട് അവന്റെ നേരെ തിരിഞ്ഞിട്ട് And after he turned to him, പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു വാഗ്ദത്ത വചനമാണ്. this is the promise that was told to Peter. നീ പത്രോസാകുന്നു, You are Peter, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. and I will build my church on this. എന്നിട്ട് പറയുകയാണ്, And this is what he said. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും And he said, whatever you bind on earth, അത് സ്വർഗത്തിൽ and കെട്ടപ്പെട്ടിരിക്കും. it will be bound in heaven. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും Whatever you loose on earth, സ്വർഗത്തിൽ that അഴിയപ്പെട്ടിരിക്കും. will be loosed in heaven. ഹല്ലേലൂയ. പത്രോസിന് ദൈവം താക്കോൽ കൊടുക്കുക. And we can see Jesus is giving the keys to Peter. ഞാൻ ഇംഗ്ലീഷിന്റെ പരിഭാഷ പല പരിഭാഷകളിൽ നോക്കി. I looked to the translation in many translations. അവിടെ എന്നും കീ എന്നല്ല എഴുതുന്നത്, കീസ് എന്നാണ്, പ്ലൂറൽ ഫോം ആണ് എഴുതിയിരിക്കുന്നത്. And we can see the plural form of keys as keys. മലയാളം ബൈബിളിൽ മാത്രമാണ് അത് താക്കോൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. And in only Malayalam it just says as a singular. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷകളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ And when you listen to the translation in English, അവിടെ എല്ലാം സിംഗുലർ അല്ല, അവിടെ എല്ലാം പ്ലൂറൽ ആണ് ഉപയോഗിച്ചത്. കീസ് ഓഫ് ദ ഹെവൻ. there we see not the singular part, but it's in a plural form. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, This is what we can read. ഒരു താക്കോൽ കൂട്ടം പത്രോസിന് കൊടുക്കുക. And there is a bunch of keys that's been given to Peter. സ്വർഗരാജ്യത്തിന്റെ നന്മകളെ അവകാശമാക്കാൻ And to get the blessings of the heaven. ദൈവം ചില താക്കോൽ കൂട്ടം പത്രോസിന് കൊടുക്കുന്നു. And here it is, a bunch of keys been given to Peter. ഹല്ലേലൂയ. Hallelujah. അവിടെ നമുക്ക് ഉയരാവുന്ന ഒരു ചോദ്യമുണ്ട്. And this is what a question we can raise up. എന്താ ഈ പുള്ളിക്ക് മാത്രം ഇത് കൊടുത്തേ? And why does only this person has got അവിടെ this? മറ്റുള്ള ശിഷ്യന്മാരും ഉണ്ടായിരുന്നല്ലോ. There were many other people, other disciples. എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് എനിക്ക് മനസ്സിലായ സംഗതി ഇതാണ്. And this is what I learned in my prayer room. പറയേണ്ടത് പറഞ്ഞത് പത്രോസാണ്. And it is the Peter who told. വെളിപ്പാട് പറഞ്ഞത് പത്രോസാണ്. And this is the mystery revelation told by Peter. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മാന്യതയായിരുന്നു. And this was a respect that was given to him. ഹല്ലേലൂയ. ഒരു സീനിയോറിറ്റി ദൈവം അവന് കൊടുക്കുക. And that was the honor that Jesus gave to പത്രോസേ, him. താക്കോൽ നിന്റെ കൈ ഞാൻ ഏൽപ്പിക്കുന്നു. Oh Peter, I give these keys to you. നീ പാറയാകുന്നു. And you are a rock. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ And പണിയും. on this rock I will build my church. ദൈവം ഒരു സീനിയോറിറ്റി കൊടുക്കുകയാണ് This is the പത്രോസിന്. seniority being given to Peter. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, ദൈവം വ്യക്തിപരമായി ചില വാഗ്ദത്തങ്ങൾ പത്രോസിന് കൊടുക്കുന്നു. And personally he is giving some promises. നോക്കിക്കേ, എന്തിനാണ് നമ്മൾ താക്കോൽ ഉപയോഗിക്കുന്നത്? Why do we to use the keys? എന്തിനാണ് താക്കോൽ ഉപയോഗിക്കുന്നത്? Why do we use the keys? നമുക്ക് തുറക്കാനാണ്. And this is for opening up. കെട്ടാനും അഴിക്കാനും അല്ല ഒരാൾ താക്കോൽ ഉപയോഗിക്കുന്നത്. It is not just to bind and to loose. അപ്പം എന്തിനാ താക്കോൽ ഉപയോഗിക്കുന്നത്? തുറക്കാൻ. And just to open. The keys are used for open. അപ്പം ദൈവം താക്കോൽ കൊടുക്കുന്നത് ചിലതിനെ തുറക്കാനാണ്. And we can see some keys are given to be opened. ഞാൻ ഇതിന്റെ ഈ ഗ്രീക്ക് മൂലഭാഷയിൽ ഞാൻ ഇതിന്റെ അർത്ഥങ്ങൾ പരതി. And I just looked into Greeks for this meaning. എനിക്ക് മനസ്സിലായ രണ്ടർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. Let me tell you what did I learn from this. ഈ അഴിക്കുക തുറക്കുക എന്ന ഈ വാക്കിന് ഗ്രീക്ക് വേർഡിൽ കൊടുത്തിരിക്കുന്ന പദം ഡെസേസ് എന്ന പദമാണ്. ഡെസേസ്. This is the word that has been used for binding and loosing. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: to forbid or to permit something with indisputable authority. അനിഷേധ്യമായ സ്തോത്രം അതോറിറ്റി കൊണ്ട് ഒന്നിനെ തടയുന്നതും ഒന്നിനെ പെർമിറ്റ് ചെയ്യുന്നതുമാണ് ഈ ഡെസേസ് എന്ന വാക്കിന്റെ അർത്ഥം. We can see the meaning of decide based undisputable authority given to loosen and to bound. Amen. Amen. ചിലതിനെ തടയുന്നതിനും ചിലതിനെ പെർമിറ്റ് ചെയ്യുന്നതിനും നൽകിയിരിക്കുന്ന പേരാണ് ഡെസേസ് എന്ന പേര്. Some things to be stopped and something to be permitted. That is the meaning of desist. Good News Translationil നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. This is what we read in Good News Translation. I will give you the keys of the heaven. What you prohibit on earth will be prohibited in heaven, and what you permit on earth will be permitted in heaven. രണ്ട് വാക്കാണ്, ഒന്ന് prohibit, രണ്ട് permit. We can see two verses for bound and loose is prohibited or
permit. Hallelujah. അപ്പോൾ കർത്താവ് പറയുകയാണ്, പത്രോസേ നിനക്ക് ഞാൻ അധികാരം കൈമാറ്റം തരിക. എന്തിനാണ്? ചിലതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനും ചിലതിനെ പെർമിറ്റ് ചെയ്യാനും. Oh Peter, I am just giving you an authority for some things to be prohibited and something to be permitted. പത്രോസേ നീ ഈ ഭൂമിയിൽ ഒന്നിനെ പ്രൊഹിബിറ്റ് ചെയ്താൽ അത് സ്വർഗ്ഗത്തിൽ പ്രൊഹിബിറ്റഡ് ആണ്. Oh Peter, if you prohibit something on the earth, that will be prohibited from the heaven. നീ ഭൂമിയിൽ ചിലതിനെ പെർമിറ്റ് ചെയ്താൽ സ്വർഗ്ഗത്തിൽ അത് പെർമിറ്റഡ് ആണ്. And if you permit something on the earth, on the heavens, that same thing will be permitted. Hallelujah. ഈ Hallelujah. രണ്ട് വാക്ക് മറക്കരുത്. And these two verses you should not forget. Hallelujah. Hallelujah. ഈ രണ്ട് വാക്കാണ് യഥാർത്ഥമായി ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. And these are the two verses we read in Greek. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കും. And you will ask me a question. പാസ്റ്റർ, ഇത് പത്രോസിന് കൊടുത്തതല്ലേ? And this was given to Peter, Pastor. ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ And ഇതിന്. this is I have no relationship with me. ഇല്ല പ്രിയരെ, നമ്മളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. Oh, there are some relationship with us. മത്തായി സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചേ. Matthew 18:18 we read. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. This is what we read. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, 16-ാം അധ്യായത്തിൽ ഒരു പദം ഉപയോഗിച്ചത് നീ എന്ന പദമാണ്. And we can see in the 16th chapter we said it is you. പത്രോസേ നിനക്ക് ഞാൻ അധികാരം തരുന്നു. And it says, Peter, I give you the authority. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the 18th chapter, നീ എന്ന ഭാഗം മാറിയിട്ട് when that you is gone, കർത്താവ് ഉപയോഗിക്കുന്ന പദം നോക്കിക്കേ, നിങ്ങൾ. and it says that നിങ്ങൾ, it's you all. That's the verse that comes in Malayalam. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്. And you all that bind it. ശിഷ്യന്മാരോട് നോക്കിയിട്ട് പറയുകയാണ്, And this is what he says to the disciples. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് If you bind on the അത് earth, സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. and this will be bound on heaven. നിങ്ങൾ ഭൂമിയിൽ പെർമിറ്റ് ചെയ്യുന്നത് And you just permitted on അത് earth, സ്വർഗ്ഗത്തിലും പെർമിറ്റഡ് ആണ്. and that will be permitted from heaven. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. Today I am just calling it out to you. നീ ചിലതിനെ നോക്കി പ്രൊഹിബിറ്റ് ചെയ്താൽ, And if you prohibit something, ഇന്ന് പകലിൽ അത് സ്വർഗ്ഗത്തിൽ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. and in heaven that will be prohibited. ദൈവസഭയുടെ അധികാരം ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞോണം കേട്ടോ. You should understand the power of the church. നീ ഭൂമിയിൽ ഇരുന്ന് ചിലതിനെ പെർമിറ്റ് ചെയ്താൽ, And in the earth if you prohibit, സ്വർഗ്ഗത്തിൽ അത് പെർമിറ്റഡ് ആയിരിക്കും. and if it is permitted over here, it will be permitted in heaven. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many people can believe that? ചില അനർത്ഥത്തെ നോക്കി നീ പ്രൊഹിബിറ്റ് ചെയ്താൽ, And if you say some of the troubles and trials and prohibit it, ചില രോഗത്തെ നോക്കി നീ പ്രൊഹിബിറ്റ് ചെയ്താൽ, and if you see to the sickness and അത് prohibit, സ്വർഗ്ഗത്തിൽ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. and that will be prohibited in heaven. ഇന്ന് പകലിൽ അനർത്ഥത്തെ നോക്കി ഭാരപ്പെടരുത്. And you should never look into the tribulations. ചില അപകടങ്ങളെ ഇന്ന് പകലിൽ പ്രൊഹിബിറ്റ് ചെയ്തോണം. And you have to prohibit some of the അത് accidents. സ്വർഗ്ഗത്തിൽ പ്രൊഹിബിറ്റ് ആയിരിക്കും. And that will be prohibited in heaven. Hallelujah. Glory to God. Hallelujah. Thank you, Jesus. നീണ്ട കാലഘട്ടങ്ങളിൽ Many times നിനക്കെതിരായി നിൽക്കുന്ന there are troubles that stands against you. ചിലതിനെ നോക്കി Some things that stand against you. ഇന്ന് പകലിൽ നാവെടുത്ത് പ്രൊഹിബിറ്റ് ചെയ്യ. You have to take up your lips and start prohibiting it. Hallelujah. റൽമോ റൽഖാനിയ സധോനിയ. ഇന്ന് പകലിൽ എൻ്റെ മെസ്സേജിന്റെ അടിക്കുറിപ്പ് എഴുതാൻ നിങ്ങൾ നിൽക്കരുത്. And you should write this one in underline. അടിക്കുറിപ്പ് എഴുതാൻ നിങ്ങൾ നിൽക്കരുത്. You should never stand there to do an ഈ ദൂത് ആത്മാവിൽ റിസീവ് ചെയ്തോണം. And you have to receive with your word. നീണ്ട കാലഘട്ടങ്ങളായി Many years. നിനക്കെതിരെ നിൽക്കുന്ന The things that is against അതൊരു you. പക്ഷേ രോഗമാകട്ടെ, Maybe it is a sickness. ഒരു പക്ഷേ സമ്പത്തിനെതിരെയുള്ള പോരുകളാകട്ടെ, Maybe the troubles or the problems against your own wealth. ഒരു പക്ഷേ നിന്റെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിലുള്ള അൺസർട്ടനിറ്റി ആകട്ടെ. Maybe an uncertainty about your future. ഇന്ന് പകലിൽ അധികാരത്തോടെ പ്രൊഹിബിറ്റ് ചെയ്യ. Oh, in the authority name you prohibit it. സ്വർഗ്ഗത്തിൽ പ്രൊഹിബിറ്റ് ആയിരിക്കും. That will be prohibited in heaven. റബ ശഖലബ റിയാതല ദിയാതര റതോ റബൽ കബനിയ റതുരിയ. Hallelujah.
എനിക്കിത് വന്നു പോയല്ലോ എന്ന് ഇനി പറയരുത് കേട്ടോ. You should never tell that this has just happened to me. പ്രശ്നത്തെ അതുപോലെ നിങ്ങൾ എടുക്കരുത് കേട്ടോ. You should not take troubles as it is. നിനക്കെതിരെയുള്ള മെഡിക്കൽ റിപ്പോർട്ടിനെ അതുപോലെ വിശ്വസിക്കരുത് കേട്ടോ. The medical report is that is there for you. You should not just നീ believe. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ, If you are truly worshiping the living ജീവനുള്ള God, ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, and if you're worshiping the അവൻ living നിന്റെ God, മേൽ ഒരു കൈമാറ്റം തന്നിട്ടുണ്ട്. oh, you have been given an authority. നിങ്ങൾ ഭൂമിയിൽ prohibit ചെയ്തത് സ്വർഗ്ഗത്തിൽ prohibited ആണ്. Whatever you prohibited on earth will be prohibited in നിങ്ങൾ heaven. ഭൂമിയിൽ permit ചെയ്തത് സ്വർഗ്ഗത്തിൽ permitted ആണ്. Oh, everything that has been permitted on earth will be ഇന്ന് permitted പകലിൽ in heaven. ആത്മാവിൽ ദൂത receive ചെയ്യാ. Oh, you have to receive Come on, this word. somebody shout hallelujah. Hallelujah. Thank you, Jesus. Shudalabalaba, chulabalabalaba. Rimana hantuna rabalagadagasiyatara. ആ രോഗശക്തിയോട് ഇന്ന് പകൽ പ്രോഹിബിറ്റ് ചെയ്യ് കുഞ്ഞേ. Oh, you prohibit to the sickness. ആ രോഗബന്ധനത്തെ പ്രോഹിബിറ്റ് ചെയ്യ്. All the problems you prohibit. നിന്റെ അധികാരത്തെ ഇന്ന് പകൽ ഏറ്റെടുക്ക. Oh, take the authority today. ഇന്ന് പകൽ ദൈവത്തിന്റെ അധികാര കൈമാറ്റം. Oh, today is the transferration of the authority. കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കണം. Oh, let it be on the top of the families. വ്യാപരിക്കണം. Oh, let it be on the children. ശലബന ഹതലയ. Hallelujah. Thank you, Jesus. റംതോലമ ശകേനിയ. ആ നന്മയെ തടയുന്ന നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത്, നിന്റെ തലമുറ അനുഭവിക്കേണ്ടത്, നീ അനുഭവിക്കേണ്ട നന്മയെ തടയുന്ന ദേശത്തിന്റെ വ്യാപാരത്തെ, ദേശത്തിന്റെ നിയമത്തെ ഇന്ന് പകലിൽ ആത്മാവിൽ പ്രോഹിബിറ്റ് ചെയ്യാതിനെ. റംതോലമ ശകേനി. റീവന ഹന്തുന. റംതോ റമൽമനയ. റിഖൽ മനാറസ്തിയാതന. ഓ ഇന്ന് പകലിൽ ഒരു ഭയങ്കര അധികാര കൈമാറ്റം ഇവിടെ നടക്കുകയാണ്. There is a power of transformation of authority here. ഒരു വലിയ അധികാര കൈമാറ്റം നടക്കുകയാണ്. Here is a transformation of authority happening here. കുഞ്ഞെ നീ അധികാരമുള്ളവനാണ്. Oh, my beloved, you have the നീ power. അധികാരിയാണ്. Oh, you are an authoritative സകലത്തിന്റെ person. മേൽ വാഴാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുന്നു. God is given you the authority. ഇന്ന് പകലിൽ ഭയം യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. Oh, let the fear go away from this place. അസാധാരണ അധികാര കൈമാറ്റം ഇന്ന് പകലിൽ ദൈവമക്കളുടെ മേൽ. Oh, hallelujah. Thank you, Jesus. റീബന ശതലമനിയതല. റൽകമ റതുരിയതലമനിയ ശതല. Hallelujah. Somebody receive this word. Somebody. Oh Jesus. Oh Jesus. Hallelujah. Hallelujah. Thank you, Jesus. നീ ജീവൻ പറഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടാകും. When if you say life, there will be life there. നീ മരണം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. And then if you say death, the death will happen. നീ നെഗറ്റീവ് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. If you say negative, the negative will happen. ജീവൻ പറഞ്ഞു തുടങ്ങ. And start telling life. ജീവൻ വ്യാപരിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. You can see abundance of life. അതൊരു മരിച്ച അവസ്ഥയാകട്ടെ. Oh, let it be the death. മരിച്ച അവസ്ഥയാകട്ടെ. Let it be a circumstances of being dead. ജീവൻ പ്രഖ്യാപിക്കാതിന് നേരെ. Oh, declare the life over it. കാരണം വചനം നിന്നോട് പറയുന്നു. Because the word says to you. നീ പെർമിറ്റ് ചെയ്താൽ. Oh, if you permit. അത് സ്വർഗ്ഗത്തിൽ പെർമിറ്റഡ് ആണ്. It will be in heaven permitted. Hallelujah. Hallelujah. ഇതൊരു വലിയൊരു സ്പിരിച്വൽ ഒരു റെലം ഓപ്പൺ ആകുകയാണ് ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ. Today there is a spiritual realm being opened to you. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് In your prayer room. ആത്മാവെന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്. This is what the Lord said to me. ചിലർക്ക് വേണ്ടി ഇന്ന് പകലിൽ For some people today, ദൈവം ചിലത് ഓപ്പൺ ചെയ്യും. God is going to open something. ദൈവം ചിലത് ഓപ്പൺ ചെയ്യും. Something will be opened for ഇത് you. സംഭവിക്കുന്നത് പ്രാർത്ഥനയ്ക്കകത്താകട്ടോ. Oh, this is happening in the prayer. അത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്താണ്. This is in prayer. രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും In the heaven, if somebody come together and pray, അത് ചെയ്തു തരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, this is the promise in unity. If you ask, it will be given ഈ to you. അധികാര കൈമാറ്റം സംഭവിക്കുന്നത് പ്രാർത്ഥനയ്ക്കകത്താണ്. Oh, this power
power of authority has been transferred in prayer. Hallelujah. Hallelujah. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, Let me tell you something. നിങ്ങൾക്ക് അവസരമുള്ളപ്പോഴെല്ലാം പ്രാർത്ഥനയ്ക്കകത്ത് കയറണം. Whenever you have time, you just get into the realm of prayer. നമുക്ക് സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പവറാണ് കേട്ടോ. And there is power in the church prayer. ഒത്തിരി പവറാണ്. There's a greater power. നിങ്ങൾ അത് ചെറുതായി കാണരുത്. You should never just think about it less a little. നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് പ്രാർത്ഥനയുണ്ട്. Every Friday we have prayer. ഒരു പക്ഷേ നിങ്ങൾക്ക് ബോറെന്ന് തോന്നിയാലും, Maybe you listening or thinking bored. പക്ഷെ അവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. But in that prayer there is a transformation happening. അവിടെ നീ പോലും അറിയാതെ ചിലത് നിനക്ക് വേണ്ടി തുറന്നു വരും. And without even your knowledge there are certain things being opened. തെളിവ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് തരാം. Let me tell you one example. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. Oh, Peter was put into jail. സഭ അവിടെ കരഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. It is not written that the church was crying. സഭ അവിടെ ഒളിച്ചു എന്നല്ല It is പറഞ്ഞിരിക്കുന്നത്. not so the church just ran away. വചനം ഇങ്ങനെ പറയുന്നു, This is what the word says. സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോന്നു. The church discerningly prayed for them. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. This is what it says. They diligently prayed. അവർ അവന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു We പോന്നു. can see that diligently prayed for them. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കണ്ടില്ല. Oh, one day they prayed, the answer was not രണ്ട് answered. ദിവസം പ്രാർത്ഥിച്ചു ഉത്തരം കണ്ടില്ല. 2 days the answer was not എന്നാൽ there. പിന്നീട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. Afterward the history says this. അവിടെ പ്രാർത്ഥന ആകാശം പാളികളെ കടന്ന് സ്വർഗ്ഗമണ്ഡലത്തിലെത്തി. Oh, it crossed the heavens. The prayer went into the heavens. സ്വർഗ്ഗമണ്ഡലത്തിൽ പ്രാർത്ഥന എത്തിയപ്പോൾ And this prayer went into the heavens. സ്വർഗ്ഗം ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തു. And the heavens appointed an ആ angel. ദൂതൻ ആ കാരാഗൃഹത്തിനകത്തിറങ്ങി. And that angel came into the prison. അവിടെ പത്രോസ് ഉറങ്ങുക. And here the Peter is sleeping. കാവൽക്കാർ അവനെ കാത്തുകൊണ്ടിരിക്കുക. And we can see the people are just taking care of the അവിടെ നമ്മൾ jail. കാണുന്നത്, And we can see the angel ഈ went. ദൂതൻ പത്രോസിന്റെ അടുത്ത് വന്നിട്ട് The angel came to that പത്രോസിനെ തൊട്ടിട്ട്, and he's touched the Peter. എഴുന്നേക്ക് പത്രോസേ, Oh, said Peter, you just talk. നമുക്ക് പോകാം. Let us all go. നോക്കിക്കേ, ദൂതൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് And the angel took care of the Peter. ഒന്നാം കാവല് കടന്നു. Oh, first gate is crossed. രണ്ടാം കാവല് കടന്നു. Second gate is crossed. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇരുമ്പ് വാതിൽക്കലെത്തി. And it came near to the town gate, into the iron bar. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. This is what has been said. അത് അവർക്ക് സ്വയമേ തുറക്കാൻ തുടങ്ങി. Oh, that gate was started to open by itself. ആരും തുറന്നില്ല കേട്ടോ. Nobody opened that iron gate. സ്വതവേ തുറന്നു. Oh, it opened automatically. ഇന്ന് പകലിൽ അതാ ഞാൻ പറഞ്ഞത്. That's what I say to you. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും. There is a power in the prayer. നിനക്ക് അസാധ്യമെന്ന മേഖലകളിൽ There are impossible places. പ്രാർത്ഥന ഉയരുമ്പോൾ, When the prayer is risen, ആകാശ മേഘങ്ങളെ കടന്ന പ്രാർത്ഥന സ്വർഗ്ഗത്തിലെത്തിയ those prayers will cross across the heavens. സ്വർഗ്ഗത്തിന് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. And the heavens cannot stay alone. സ്വർഗ്ഗത്തിന് അത് പെർമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. Oh, then the heavens has to permit it. സ്വർഗ്ഗം അവന്റെ വഴി നോക്കും അതിന്. And then heavens will find a way. ഇന്ന് പകലിൽ ഞാൻ പറയുന്ന ദൂതിനാമേൻ പറയാൻ എത്ര പേരുണ്ട് How many ഇവിടെ? people can say amen to my preaching? Hallelujah. ഹോശല റഖാലമ. Thank you, Father. സ്വർഗ്ഗം അവന്റെ വഴി നോക്കും. Oh, the heavens will declare its own സ്വർഗ്ഗം way. അവന്റെ വഴി നോക്കും. And heavens will declare its own ദൂതനെ way. വിടണമെങ്കിൽ ദൂതനെ അപ്പോയിന്റ് ചെയ്യും. If it is the angels, he will appoint the ഇന്ന് angels. പകലിൽ നിനക്ക് കയറി ചെല്ലാത്തിടത്ത് Oh, the places there where you cannot climb, ദൂതൻ നിനക്ക് വേണ്ടി കയറും. the angels will go. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. Oh, the angels will come നിന്റെ for you. അഭിഷേകത്തിന് മേൽ ദൂതൻ നിനക്ക് വേണ്ടി ഇടപെടും. In your appointment there will be God, the angel will come in. Hallelujah. നോക്കുക, അതാ ഞാൻ പറഞ്ഞത്. This is what I said. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് In our prayer ഭയങ്കര പവറാണ്. there is a power. ആ പ്രാർത്ഥനയ്ക്കകത്താണ് In that prayer ചിലതിനെ നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. some of the things can be prohibited. ആ പ്രാർത്ഥനയ്ക്കകത്താണ് In prayer ചിലതിനെ നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റും. some of the things can be permitted. പ്രിയരേ, നമ്മുടെ ആദിമ പിതാക്കന്മാരായ In our forefathers, ആദമിനും ഹവ്വയ്ക്കും Adam and Eve, ദൈവം അസാധാരണമായ അധികാരം കൊടുത്തു. he was given an extraordinary അത് authority. മനസ്സിലാകണമെങ്കിൽ And if you want to know, ഉൽപ്പത്തി പുസ്തകം 1:28 വായിക്കാം. Genesis chapter 1 verses 28 we read like this. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. This is what we read. ദൈവം അവരെ അനുഗ്രഹിച്ചു. Oh, God bless them. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി
പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിൻ്റെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും വാഴുവീനെന്നവരോട് കൽപ്പിച്ചു. Replenish the earth and dominion over everything that was created. That's what we read in 28. നമ്മുടെ ആദിമ പിതാക്കന്മാർ, In our early നമ്മുടെ forefathers, പൂർവ്വ പിതാക്കന്മാർ, our forefathers, മിസ്റ്റർ ആഡമിനും മിസ്സസ് ആഡമിനും Mr. Adam and Mr. Eve, Mrs. Eve. ദൈവം ഭയങ്കര അധികാരം കൊടുത്തു. This is a powerful authority എന്താ given. അധികാരം? What is an authority? നിങ്ങൾ ഭൂമിയെ വാഴണം. Oh, you have to go and replenish the earth. ഒന്നിനും നിങ്ങളുടെ മുൻപിൽ അധികാരമില്ല. There is nothing that stands against you. സകലത്തിന് മേലും വാഴ. All is authority given to you. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? What did it happen? ദുഷ്ടപിശാച് The devil, കുതന്ത്രത്തിലൂടെ with a secret power, ഈ അധികാരത്തെ അവൻ കൈവശമാക്കി. he took care of that authority on himself. ഹല്ലേലൂയ. Hallelujah. ഈ അധികാരത്തെ അവൻ കൈവശമാക്കി. അതിനുശേഷം നടന്നത്, And what did happen when he took care of that authority in himself? മൂത്തവൻ ഇളയവനെ കൊല്ലുകയാണ്. And we can say the elder is killing the younger one. അനേകമായ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. Many problems and tribulations coming in. അനേകമായ അപകടങ്ങൾ സംഭവിക്കുകയാണ്. Many accidents and troubles coming in. അനേക യുദ്ധങ്ങൾ സംഭവിക്കുകയാണ്. We can see many war is happening. അതിന്റെ എല്ലാം ഒരൊറ്റ കാരണമെന്ന് There പറയുന്നത്, is only one reason behind it. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും Oh, our grandfather and grandmother. അവരുടെ അധികാരത്തെ അവർ തിരിച്ചറിഞ്ഞില്ല Oh, they എന്നുള്ളതാണ്. never knew the authority that was ഇന്ന് given to പകലിൽ them. അധികാരത്തെ തിരിച്ചറിയാതിരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. This is the greatest problem is that we don't understand our authority. ഇന്ന് ഒരു പകലിലൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. Let me tell you one more time. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം The authority that is given to me. ഞാൻ തിരിച്ചറിയാതിരിക്കുന്നതാണ് If I don't understand it, ഏറ്റവും വലിയ അപകടം. that is the most dangerous thing. അതാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്ക് That's what സംഭവിച്ചത്. happened to our grandfather and grandmother. നോക്കിക്കേ, പിന്നീട് നടന്നതെല്ലാം അനർത്ഥങ്ങളാണ്. Oh, we can see everything that happened after that was all സ്വന്തം problems. കുടുംബത്തിൽ കൊല നടക്കുകയാണ്. We can see that murder is happening in their own home. എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരിക. Let us come to the New Testament. ആദിമ പിതാവായ ആദം അധികാരത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ When the Adam, the first grandfather, lost his authority, ഒടുക്കത്തെ ആദമായ കർത്താവ് ഭൂമിയിലേക്ക് വരിക. the Adam at the last is coming. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് Oh, he gave everything about the മനുഷ്യ heaven. സാദൃശ്യത്തിലായി He became like a human being. അവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വരിക. Jesus came down to this earth. അവൻ ആ അധികാരത്തെ തിരിച്ചു പിടിച്ചു കേട്ടോ. And he took care of and took back the authority. എപ്പോഴാ തിരിച്ചു പിടിച്ചെന്നറിയാമോ? Do you know when the authority was taken back? കാൽവറി കുന്നിൽ. On the cross of Calvary. കാൽവറി കുന്നിൽ On the cross of Calvary. പൈശാചികന്റെ തലയെ തകർത്ത്, He crushed the heaven, the devil's head. സാത്താന്യ മേഖലയെ തകർത്ത്, All the power of the Satan's dominion. അവിടെ ഒരുവൻ ജയോത്സവം കൊണ്ടാടി. And he took victory on the cross. അവന്റെ അധികാരം അവൻ തിരിച്ചു And പിടിച്ചു. he took back his authority. സ്വർഗമണ്ഡലത്തിലേക്ക് കയറി പോകുന്നതിന് മുന്നേ And before he gets arrives into the heaven, മത്തായി സുവിശേഷം 28:18 ഇങ്ങനെ പറയുന്നു. Matthew chapter 28 verses. കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്. This is what he tells to the മത്തായി disciples. സുവിശേഷം 28:18. Okay, 28:18. This is what we read in Matthew. യേശു അവരുടെ അടുത്ത് ചെന്നിട്ട്, Jesus went too near to them. സ്വർഗത്തിലും ഭൂമിയിലും All the authority, the heaven and the earth. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority is given to me. ഒരിക്കൽ സ്വർഗത്തിലായിരുന്നു എനിക്ക് അധികാരം. I had a power, authority in heaven. ഭൂമിയിൽ അധികാരം കൈമോശം വന്നു. Oh, in the earth, authority was taken. എന്നാൽ പ്രിയരേ, But oh, my beloved, ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, you have to understand സ്വർഗത്തിലും ഭൂമിയിലുമുള്ള all the heaven and സകല earth, അധികാരവും all authority. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Jesus said it is given to me. ആകയാൽ നിങ്ങൾ പോക. Oh, therefore you go. Hallelujah. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ അധികാരം, ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ അധികാരം Authority that was lost once. എന്റെ തമ്പുരാൻ അത് തിരിച്ചു പിടിച്ചു. And we can say that Jesus took care of that keys എന്റെ back. തമ്പുരാൻ അത് തിരിച്ചു പിടിച്ചു. My Lord took care of that authority back. ഹല്ലേലൂയ. Hallelujah. നമ്മളെല്ലാം ATM കാർഡ് ഉപയോഗിക്കും അല്ലേ? ATM കാർഡ്. Oh, we all use the ATM card. ഈ ATM കാർഡ് ഒരു സെർവറായിട്ട് ബന്ധപ്പെട്ടാ കിടക്കുന്നത്. And this ATM card is connected to a server. എപ്പോൾ ആ സെർവറായിട്ട് ബന്ധം വിടുന്നോ, Whenever that connection is lost, ഈ ATM കാർഡ് പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു ടോയ് ആണ്. and then we can say this ATM card is a toy. നിന്റെ
ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് വിഷയമല്ല. How much is a bank balance is not a problem. നീ എത്ര വലിയ ആള് വിഷയമല്ല. How big you are, that is not a problem at all. സെർവറായിട്ട് കണക്ഷൻ നഷ്ടപ്പെട്ടു. If you have all the connection lost in server, നിന്റെ ATM കാർഡ് പിന്നെ ഒരു ടോയ് ആണ്. that ATM card is a toy. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് പറയാം. And let me tell you one more thing. സകല അധികാരവും കർത്താവിന്റെ കയ്യിലാണ്. All authority is given to Lord. കർത്താവുമായി നീ ബന്ധം വിട്ടു കഴിഞ്ഞാൽ, And if you lose the control with the connection with the Lord, നിങ്ങൾ ഇവിടെ ഇരുന്ന് കെട്ടാവുന്നതേ ഉള്ളൂ. oh, you just have to bind over here only. സ്വർഗ്ഗത്തിൽ അത് That കെട്ടപ്പെടത്തില്ല. will not be bound on earth. കർത്താവുമായി അലൈൻ അല്ലെങ്കിൽ And if you are not aligned, നിങ്ങൾ ഇവിടെ ഇരുന്ന് അഴിക്കാവുന്നതേ ഉള്ളൂ. and you have to just have been loosened സ്വർഗ്ഗത്തിൽ here. അഴിയപ്പെടത്തില്ല. And in the heaven it cannot be loosened. ഇന്ന് പകലിൽ ഒരു ദൂത് പറയട്ടെ. Let me tell you something. സ്വർഗ്ഗത്തിൽ ചിലത് പ്രൊഹിബിറ്റ് ആകണോ? Now, if you want to be prohibited in heaven, സ്വർഗ്ഗത്തിൽ ചിലത് പെർമിറ്റ് ആകണോ? if you want to be prohibited in heaven, അതിനു വേണ്ടുന്ന ജീവിതം നിനക്കുണ്ടാകണം. and you should have a life like that, അതിനു വേണ്ടുന്ന വേർപാട് നിനക്കുണ്ടാകണം. and you should have it's a holy life. അതിനു വേണ്ടുന്ന വിശുദ്ധി നിനക്കുണ്ടാകണം. You should have a holy life with you, അതിനു വേണ്ടുന്ന അഭിഷേകം നിനക്കുണ്ടാകണം. and you should have an anointment for it, ദൈവവുമായി അലൈനായിട്ട് and you should have an alignment, പ്രാർത്ഥന മുറിക്കകത്തിരുന്നിട്ട് and you have to get into the room, prayer room. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങളൊന്ന് റിസീവ് ചെയ്യാം. You have to receive the message that I gave നിങ്ങൾ you, അത്ഭുതങ്ങൾ കണ്ടിരിക്കും. and you can see the നിങ്ങൾ അതിശയങ്ങൾ കണ്ടിരിക്കും. and you will see the miracle and anointment. നിങ്ങൾ ഭൂമിയിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് അവിടെ പ്രൊഹിബിറ്റ് ആയിരിക്കും. Whatever you prohibit on earth will be prohibited on earth. നിങ്ങൾ ഭൂമിയിൽ പെർമിറ്റ് ചെയ്യുന്നത് അവിടെ പെർമിറ്റ് ആയിരിക്കും. Whatever permitted on earth will be permitted in heaven. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു. I'm prophesying to a family. ഇന്ന് പകലിൽ ചിലത് പെർമിറ്റഡ് ആകട്ടെ. If let something be permitted ചില today. കാലതാമസമായിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ Something or some subjects that's been delaying. ഇന്ന് പകലിൽ ചിലത് പെർമിറ്റഡ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, let it be permitted. ചിലത് പെർമിറ്റഡ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, let it be permitted. ചിലത് തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, let it be permitted. ഇന്ന് പകലിൽ കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം. Hallelujah. If you can clap your hands, clap. വായ്കളെ തുറന്നാർ ദൂത് റിസീവ് ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം. Oh, you can receive right now. യേശുവിന്റെ നാമത്തിൽ Hallelujah. ഈ ദൂതിന്റെ ശക്തി ഇന്ന് പകൽ ദൈവമക്കളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. Oh Jesus. Rabtolama shikalavaria talama. Rimana hatonama shateria talama. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Jesus. 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 Hallelujah. Hallelujah. കർത്താവ് അത് പറഞ്ഞിട്ട് After telling the Lord, മേലോട്ട് കയറിപ്പോയി. and he went up. പക്ഷെ പോകുന്നതിന് മുമ്പ് Before going, ഒരു ഭയങ്കര അധികാരത്തെ തന്നിട്ടാ പോയേ. and they given a mighty authority. ഇതിന്റെ എല്ലാം അധികാര കേന്ദ്രം ഇരിക്കുന്നത് സ്വർഗത്തിലാണ് കേട്ടോ. And the center of the authority is in heaven. നമ്മുടെ ഓപ്പറേറ്റിംഗ് സെർവർ എല്ലാം ഇരിക്കുന്നത് സ്വർഗത്തിൽ. All our operating server is in heaven. ആ സെർവറായിട്ട് കണക്റ്റഡ് ആകണം. You should always be connected to that server. അത് കണക്റ്റഡ് ആകണം. And you have to be connected. കണക്റ്റഡ് ആകണം. You have to be connected to that server. കണക്റ്റഡ് ആയാൽ If you have connected, ഈ പറഞ്ഞതെല്ലാം സംഭവിക്കും. all this that has been said will happen. ഈ പറഞ്ഞതെല്ലാം സംഭവിക്കും. All this will happen. Glory to God. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. This is the word in the word. നീതിമാന്റെ അവകാശത്തിന്മേൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. ഇന്ന് പകലിൽ ആ ദൂത് അതുപോലെ നിങ്ങൾ റിസീവ് ചെയ്യാൻ. എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധി കഴിവുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. If you have to stand up, you can stand up in the presence. ദൈവം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂത് ഞാൻ തന്നിട്ടുണ്ട്. I have given the message that Lord gave to me. ഇനി നിങ്ങളുടെ അവസരമാണ്. And this is your part. ഇനി നിങ്ങളുടെ അവസരമാണ്. This is your part. ഒരു കൃപാവര പ്രാപ്തന്റെ ആ ഒരു വിളിക്ക് വേണ്ടി നിൽക്കരുതേ. Oh, you should never just wait for somebody to come and tell you ഒരു about it. പ്രവാചകന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. Just don't wait for a prophet. ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. Oh, God has given you the authority ചിലതിനെ തടയാൻ, to stop something. ചിലതിനെ വിലക്കാൻ, So to permit something and stop something. എന്നാൽ ചിലതിനെ പെർമിറ്റ് ചെയ്യാൻ. But to permit something.
ചിലതിനെ പെർമിറ്റ് ചെയ്യാൻ. and to permit something. നിങ്ങളുടെ വിഷയം നിനക്കറിയാം, You നിങ്ങൾക്കറിയാം. know the problems of yours. അതിന്റെ കാഠിന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. And you know the reason behind it. ദൈവം തന്നിരിക്കുന്ന ഈ അധികാരത്തെ ഉപയോഗിക്കുക. Use the authority that is given to നിയമം you. എതിരാണെങ്കിലും, If the law is against that, നിയമം എതിരാണെങ്കിലും, even if the law is against ദേശം that, നിനക്കെതിരാണെങ്കിലും, even if the land is against it, ഇന്ന് പകൽ ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കും. and you will surely know and get the wealth നിന്റെ of this land, തലമുറ അത് അനുഭവിക്കും. and your generation will understand it. Glory to God. Hallelujah. Thank you, Hallelujah. Jesus. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് All eyes closed. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്. Let's all pray in the presence of the Lord. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം ആത്മാവിൽ How ഒന്ന് many people പ്രാർത്ഥിച്ച്. can pray in the spirit? Let us pray. നിങ്ങൾക്ക് അന്യഭാഷകൾ ലഭിച്ചവരാണെങ്കിൽ അന്യഭാഷയിൽ അല്പനിമിഷം And if പ്രാർത്ഥിക്കുക. you have the gift of the Holy Spirit, you can use the other tongues to pray. ഇന്ന് പകലിൽ നിങ്ങൾ നിറഞ്ഞവരായി മടങ്ങിപ്പോണം. And you have to fill up yourself and go. നിറഞ്ഞവരായി മടങ്ങിപ്പോണം. You have to be filled up and go from here. വന്നതുപോലെ പോകരുത്. You should not go as you came. നിറഞ്ഞവരായി പോകണം. You have to be in a filled motion. നിറഞ്ഞവരായി പോകണം. You should go in a filled way. യേശു ഒരു വാതിൽ തുറന്നാൽ If Jesus opens a way, ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. nobody can close it. അനുഗ്രഹിക്കേണ്ട ഒരു പാട്ടുണ്ട്. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ ഒരുമിച്ച് കരമടിച്ച് അഭിഷേകത്തോടെ ആ പാട്ട് പാടുവാൻ പോകുകയാണ്. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ ആവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും ഓ തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. ഓഹോ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. വൈരിയിൻ വാതിൽ തുറന്നിടുമേ, തുറന്നിടുമേ വാതിൽ. ഓഹോ എനിക്കായി വാതിൽ തുറന്നിടുമേ. ഓ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. വൈരിയിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഓ യേശു ഒരു വാതിൽ ആർക്കും. ഓ ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളെ വിടും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ഓ ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളെ വിടും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും യേശു ഒരു വാതിൽ അടച്ചാൽ ഓ താമ്രകതകുകൾ തകർത്തിടുമേ. ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ. ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പ്. യേശു ഒരു വാതിൽ, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും ആർക്കും തുറപ്പാൻ. ഓ യേശു ഒരു വാക്ക് വാതിൽ തുറന്നിടുമേ. എനിക്കായി വാതിൽ തുറന്നിടുമേ. വിശ്വാസത്തോടെ പാടുമോ? നിങ്ങളുടെ നാവ് കൊണ്ടത് പ്രഖ്യാപിക്കും. നാവ് കൊണ്ടത് പ്രഖ്യാപിക്കും.
ഇന്ന് പകൽ ചിലത് തുറക്കട്ടെ. യേശുവിന്